ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും. ഞാൻ ഇന്നൊരു സാമ്പാർ വെക്കാൻ നോർത്തു. സാമ്പാർ വെക്കാൻ എല്ലാം അരിഞ്ഞെല്ലാം അടുപ്പത്ത് വെച്ചപ്പോൾ ഓർത്ത് എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ചു തരാമെന്ന്. പടവലങ്ങ സാമ്പാർ എങ്ങനെ വെക്കുന്നതെന്ന് കാണിച്ചു തരാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ജോലിക്കൊക്കെ പോകുന്നവരും വിദേശത്തുള്ളവർക്കൊക്കെ പെട്ടെന്ന് വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കറി, തട്ടുകൂട്ട് കറി വേണ്ടേ ചോറ് കഴിക്കാൻ. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവരാണ് ക്ഷീണിച്ച് വരുന്നതായിരിക്കും. അവർക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരു പടവലങ്ങേൻ്റെ പകുതിയായിട്ട് എടുത്തത്. ഇതിങ്ങനെ റൗണ്ടിലെടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്ത് ഞാനെല്ലാം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് പോർത്തെ എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ചു തരാമല്ലോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി വെന്തു. അപ്പോൾ അത് കാണിച്ചു തരാം ഞാൻ. എൻ്റെ കൂടെ നമുക്ക് ഒന്നിച്ച് പോയി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം, തുറന്ന് നോക്കാം വെന്തോന്ന്. എല്ലാം നല്ല വെന്തോട്ടോ, നന്നായിട്ട് ഇതുണ്ടല്ലേ. ഇതേപോലെ നീളത്തിലാട്ടോ ഇട്ടേക്കുന്നത്. ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടത് കുറച്ച് പരിപ്പും പടവലങ്ങേൻ്റെ പകുതി മുറിച്ചതും ഒരു ചെറിയൊരു തക്കാളിയും പിന്നെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി കേട്ടോ. ഇഞ്ചി ഇട്ടത് എന്തിനാന്ന് വെച്ചാൽ ഈ പരിപ്പൊക്കെ കഴിക്കുന്നവർക്ക് ഗ്യാസിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്നും വരാതിരിക്കാനാണ് ഇഞ്ചിയും. ഇതെന്തിനാണ് ഇട്ടതെന്ന് വെച്ചാൽ തിളച്ച് നമ്മുടെ ഇങ്ങനെ തിളയ്ക്കുമല്ലോ, തിളയ്ക്കുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മേലേക്കൊന്നും ചീറ്റാതിരിക്കാൻ വേണ്ടിയാട്ടോ അങ്ങനെ ഇട്ടേക്കുന്നത്. പിന്നെ ഇനി നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ, അരപ്പുകൾ ചേർക്കാം സാമ്പാറിനുള്ളത്. അപ്പോൾ അതെങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. തീ കൂട്ടി വെക്കാം. ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമായിട്ട് ഇട്ട് വെച്ചിട്ടുള്ളൂ, വേവിക്കാൻ വെച്ചതിൻ്റെ അകത്ത്. ചൂടായി വരുന്നേ ഉള്ളൂ, ചൂടാകട്ടെ അല്ലേ, ചൂടായിട്ടിടാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഉച്ചത്തെ നമ്മുടെ കറിയാട്ടോ സാമ്പാർ, പടവലങ്ങ സാമ്പാറാട്ടോ ഇന്ന്. ഇപ്പോൾ കടുകിട്ട് കുറച്ച് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ലേശം ഉലുവ ഇടണം. കടുക് മതി കേട്ടോ, ഒത്തിരി ഒന്നും മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കരിവേപ്പില, 3 വത്തലമുളക്, ഇനി തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെയൊക്കെ സാമ്പാർ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി കേട്ടോ ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക. പച്ചമുളകൊക്കെ വാടണം, നന്നായിട്ട് മൂത്ത് വരണം. പിന്നെ സൗണ്ടിന് എന്ത് കംപ്ലൈൻറ്റ്, സൗണ്ട് എന്ത് ഇതുപോലെ ഉണ്ടല്ല പനി എനിക്ക്, അത് കാരണം ക്ലിയറായി ഇനി പറയുന്നേ. ഇപ്പം നന്നായിട്ടൊന്ന് മൂത്തോട്ടെ. മൂത്തു. ഇനി നമുക്കിത് ഈ സാമ്പാർ വേവിച്ച് വെച്ചതിലേക്ക് ചേർക്കാം. എളുപ്പം ചെയ്യാൻ പറ്റുന്ന പരിപാടി. പറഞ്ഞ നേരം കൊണ്ട് കൂടിപ്പോയാൽ 10 മിനിറ്റ് മതി ശരിക്കും. പെട്ടെന്ന് കുക്കറിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ആകുന്നില്ലേ. നന്നായിട്ട് ഇളകി. ഇനി നമുക്ക് സാമ്പാറെന്ന് പറയുമ്പോൾ ലേശം പുളി വേണ്ടേ, എന്നാലേ നമ്മുടെ സാമ്പാറാവുള്ളൂ. അപ്പോൾ പുളിവെള്ളം ആക്കി വെച്ചതാണ് കേട്ടോ, വാളംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. പിഴിഞ്ഞ് വയ്ക്കുക. തക്കാളി ഇട്ടിട്ടുണ്ട്, എന്നാലും സാമ്പാർ റെഡി. പെട്ടെന്ന് താട്ടുകൂട്ട് പരിപാടിയാണ് കേട്ടോ ഇത്. പെട്ടെന്ന് ജോലിക്കാർക്കുള്ള എളുപ്പമുള്ള എങ്ങനെയാണ്. ലേശം പുളിയും കൂടെ വേണം.
നമ്മൾ ആ മുളകൊക്കെ വറുത്ത ചീഞ്ചിട്ടിയിൽ എടുത്തു ഇടാം. തീ കൂട്ടി വെക്കാം കേട്ടോ. ഇനി നല്ല കളറല്ലേ, നല്ല അടിപൊളി സാമ്പാറല്ലേ. നോക്കട്ടെ ഉപ്പുണ്ടോന്ന്. കുറച്ച് ഉപ്പ് വേണം, അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇത് ഉപ്പ്. എല്ലാവരും പറഞ്ഞു ഞാൻ കൈ കൊണ്ട് ഉപ്പ് വാരിയിടുമെന്ന്. 2-3 പേര് പറഞ്ഞു. ഞാൻ കൈ കൊണ്ട് ഉപ്പ് വാരിയിരുന്നു നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കേട്ടോ. അതുകൊണ്ട് ഞാൻ ലേശം എടുത്തിടും, എന്നിട്ട് വേഗം കൈ കഴുകി എടുക്കുന്നത്. ഇപ്പം നമ്മുടെ സാമ്പാർ റെഡി. അപ്പോൾ എന്താ ചെയ്യണം, കുറച്ച് മല്ലിച്ചപ്പ് ഇടണം. കുറച്ചല്ല, ഉള്ള മല്ലിച്ചപ്പ് ഇടുക. 2 കരിവേപ്പിലയുണ്ട്, അതും കൂടി ഇട്ട് ഇതുണ്ട് നമ്മുടെ അടിപൊളി സാമ്പാർ. അപ്പോൾ സാമ്പാർ എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ നോക്കാം നമുക്ക്. നോക്കട്ടെ ഉപ്പും. അടിപൊളി സാമ്പാറാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന വെക്കാം. ഒരു ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് എന്നാ കറി വെക്കണ്ടേന്നൊന്നും തപ്പി നടക്കണ്ട. ലേശം പരിപ്പ്, ഒരു വെണ്ടയ്ക്കോ ഇല്ലെങ്കിൽ ഒരു തക്കാളി സാമ്പാർ വെക്കാം. എന്ത് വേണേ ഇട്ട് നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, ജോലിക്കാർക്കൊക്കെ പ്രത്യേകം. അപ്പോൾ ഓടി വന്നിട്ടൊരു കറി വെച്ച് റെഡിയാക്കാം നമുക്ക്. അപ്പം എല്ലാവരും ഇതേപോലെ വെച്ച് നോക്കണം കേട്ടോ. ലൈക്ക് ഷെയറൊക്കെ തരണേ. താങ്ക് യു. ബായ്.